യോഗക്ഷേമ സഭ വടകര ഉപസഭയുടെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PN ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളങ്ങര വാസുദേവൻ നമ്പൂതിരിയുടെ ഇല്ലത്ത് വെച്ച് നടന്ന പൊതുയോഗത്തിൽ സാംസ്കാരിക കലാപരിപാടികൾ ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് നടന്നത്. രാവിലെ നടന്ന പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PN ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കൃത്യമായി പൊതു സംവിധാനത്തിന് മുന്നിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കേണ്ടതുണ്ട്. ഗവൺമെന്റ് തലത്തിൽ നമുക്ക് എന്ത് ലഭിക്കുന്നുവോ അത് നേടിയെടുക്കാൻ നമ്മൾ വെറുതെ ഇറങ്ങി വന്നവരൊന്നല്ല. ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന ഇവിടുത്തെ പൗരനാണെങ്കിൽ ഈ കേരളത്തിലെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതിയിലും അർഹമായ പ്രാതിനിധ്യം ബ്രാഹ്മണന് കിട്ടിയേ തീരൂ എന്നാണ് ജനറൽ സെക്രട്ടറി എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം. എന്താ, നമ്മളിവിടുത്തെ പൗരന്മാരല്ലേ? രണ്ടാം കട പൗരന്മാരാണ്? അല്ല. നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റണം. എല്ലാ മാസവും റേഷൻ പീടിക പോയി 2 കിലോ അരി വാങ്ങുന്ന ഒരാളാണ് ഞാൻ. ദൈവം സഹായിച്ച് എനിക്ക് 2 കിലോ അരി, അതല്ല, അത് നമ്മുടെ ഒരു അവകാശമാണ്. ഗ്രാമസഭയിൽ പോയി വിത്തും വളത്തിന് അപേക്ഷ കൊടുത്ത് വിത്തും വളവും കുമ്മായം വാങ്ങുന്ന ഒരു കർഷകനാണ് ഞാൻ. എന്താ, നമുക്കിതൊന്നും അവകാശപ്പെട്ടല്ലേ? വേറൊരു വിഭാഗം അല്ല. നമുക്കും കൂടിയേ തീരൂ, തന്നേ തീരൂ. സുരേഷ് കുറുങ്ങോട് സ്വാഗതം പറഞ്ഞു. കൃഷ്ണദാസ് കക്കാട് അധ്യക്ഷനായി. കുനിയില്ലത്ത് കേശവൻ നമ്പൂതിരി, പറോളി പുരുഷോത്തമൻ നമ്പൂതിരി, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ മേലേടം ഗംഗാധരൻ നമ്പൂതിരി, കോരമ്പറ്റ ശങ്കരൻ നമ്പൂതിരി എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. വടകര ഉപസഭയിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച TI വാമനൻ നമ്പൂതിരി, എടക്കഴിപ്പുറം ശ്രീരാമൻ നമ്പൂതിരി, കൊളായി ഹരി നമ്പൂതിരി, ചെറുവറ്റ ശ്രീരാജ് നമ്പൂതിരി, വാകേട്ടിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഏറാഞ്ചേരി പ്രസാദ് നമ്പൂതിരി എന്നിവരെ സമാദരിച്ചു. തുടർന്ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച ഉപസഭയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജീവിതശൈലി രോഗങ്ങളും യോഗയും എന്ന വിഷയത്തെ അധികരിച്ച് വിഷ്ണുപ്രിയ തയ്യിലം ക്ലാസ് എടുത്തു. ശ്രീനിവാസൻ അരിങ്ങോട് നന്ദി ഭാഷണം നിർവഹിച്ചു. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഈ കാലഘട്ടത്തില് സ്വന്തം സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടി സ്വന്തം സമുദായത്തിലെ അംഗങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമാജമായിട്ട് ഇന്ന് ബ്രാഹ്മണ സമുദായം മാറിയിട്ടുണ്ട്. കാരണം നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അത് പല മേഖലകളിൽ നിന്നാണ്. അതൊക്കെ തരണം ചെയ്യാനുള്ള ഒരു സംവിധാനവും ഒരു സംഘടനാ സംവിധാനവും യോഗക്ഷേമ സഭയ്ക്ക് ഇന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക രംഗത്ത് നിന്നും മറ്റുള്ള രംഗങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചേ തീരൂ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ കേരള സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. കേരളത്തില് നികുതി കൊടുത്ത് ജീവിക്കുന്ന ഞങ്ങൾക്ക് കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് നൽകുന്ന ഗവൺമെന്റിന്റെ എല്ലാ ആനുകൂല്യങ്ങളിലും യോഗക്ഷേമ സഭയ്ക്കും അർഹമായ പ്രാതിനിധ്യം വേണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. 1-2 വർഷങ്ങളായിട്ട് ശമ്പളം ലഭിക്കാത്ത നിരവധി പൂജാരിമാര്, അതുപോലെ തന്നെ ക്ഷേത്ര ജീവനക്കാര് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മറ്റു ദേവസ്വം ബോർഡുകളെ പോലെ ഏകീകരിച്ചുകൊണ്ട് മലബാർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്കും മാന്യമായ വേതന സേവന വ്യവസ്ഥകൾ നടപ്പിലാക്കണമെന്നാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ മറ്റ് സംവിധാനങ്ങളില് അർഹരായ സമൂഹത്തിലെ അല്ലെങ്കിൽ സമാജത്തിലെ അംഗങ്ങൾക്ക് അതിൻ്റെതായ പരിഗണന ലഭിക്കേണ്ടതുണ്ട്. ദേവസ്വം ബോർഡുകളിൽ അവർക്ക് പ്രാതിനിധ്യം വേണം. ഞങ്ങളെ കേൾക്കാൻ സമൂഹം, പ്രത്യേകിച്ചും ഔദ്യോഗിക സംവിധാനങ്ങൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒന്നും അനർഹമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടില്ല. ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് അർഹമായത് മാത്രമേ വേണ്ടൂ. അർഹമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. രാമകൃഷ്ണഹരി നമ്പൂതിരി, ഉത്തരമേഖലാ സെക്രട്ടറിയാണ്. വടകര ഉപസഭയുടെ നിരീക്ഷകൻ കൂടിയാണ്. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് വടകര ഉപസഭയുടെ താഴ്ചയിലും ഉയർച്ചയിലും താഴ്ചയിലും ഒപ്പം ഇവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും ഇപ്പോൾ ഇവിടുത്തെ പല പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുവാനും സാധിച്ചതിന് ഞാൻ വളരെയധികം സന്തുഷ്ടവാനാണ്. ഒപ്പം ഇവിടെ വടകര ഉപസഭയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടാകാനുള്ള ഒരു പ്രോജക്റ്റും കൂടെ ഇന്ന് പ്രഖ്യാപിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചു. അത് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ നിർവഹിക്കുകയും ചെയ്തു. ബ്രാഹ്മണ കുടുംബങ്ങളെയും നമ്പൂതിരി കുടുംബങ്ങളെയും എല്ലാം ഒന്നിച്ചു കൂട്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും അതുപരി മറ്റ് സമൂഹമായിട്ടുള്ളൊരു പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൊറോണ കാലത്താണെങ്കിലും മറ്റ് സമയത്താണെങ്കിലും എല്ലാ ഒരു വിഭാഗീയത ഇല്ലാതെ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ സമയത്ത്. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഈ വർഷങ്ങൾ നടക്കുന്നതാണ്. ഈ വർഷം കുറച്ചും കൂടെ ഭംഗിയായിട്ട് കുടുംബ സംഗമം കൂടിയാണ് ഇപ്പം ഇന്ന് നടന്നിട്ടുള്ളത്. ആതുര രംഗത്തൊക്കെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്.